നമുക്കിന്ന് കൊച്ചൊരു കല്യാണ ഓട്ടമുണ്ട്. അപ്പം നമ്മുടെ കൂടെ മറ്റേ 19 സീറ്റ് വണ്ടിയുണ്ട്. അപ്പം നമ്മളോരോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർ പറഞ്ഞ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഓയിലും കൂളൻറ്റും ഒക്കെ നോക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ നോക്കുന്ന കാര്യം അങ്ങനെ വീഡിയോ എടുക്കാഞ്ഞ. എന്നാലും നമ്മൾ അത് നോക്കുകയാണ്. അപ്പം ഡിപ്സ്റ്റിക്ക് ഊരി നോക്കിയപ്പം ഓയിൽ ലെവലുണ്ട്. ഓയിൽ ലെവൽ ഇച്ചിരി കൂടുതലാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ടോപ്പ് കാണുന്ന ലൈനിനകത്ത് നിൽക്കണമെന്നാണ്. മിനിമം അതിന് താഴെ, അതാണ് ഡിപ്സ്റ്റിക്ക്. അതിനകത്ത് നിന്നാൽ മതി, ഓവറാവരുത്. അപ്പം പുതിയ വണ്ടിയായതുകൊണ്ട് ഷോറൂമുകാർ ഓയിലും ഇച്ചിരി കൂടുതൽ ഒഴിച്ചിടുന്നതായിരിക്കാം. അപ്പം കൂളൻറ്റും എല്ലാം ഉണ്ട്. അപ്പം പുതിയ വണ്ടി നമ്മളങ്ങനെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട, പക്ഷേ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വണ്ടിക്കകമൊക്കെ തൂത്ത് തുടച്ച് ഡാഷ്ബോർഡും നമ്മുടെ ഗ്ലാസ്സും ഒക്കെ തുടച്ച്, അപ്പം നമ്മുടെ മകനും കൂടെ നമ്മളെ സഹായിച്ച്, അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പം കഴുകിയൊക്കെ വൃത്തിയാക്കി ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഫുള്ള് അകം വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കഴിഞ്ഞാൽ അകത്തോട്ട് പിന്നെ കയറണ്ട. അപ്പം ഇത് നമ്മൾ വണ്ടി കഴുകുന്ന സമയത്ത് നമ്മൾ മാക്സിമം പകൽ കഴുകി ഇടാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാത്രി കഴുകുമ്പോഴേ, മെറ്റൽ ബോഡിയുള്ള വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഫൈബർ ബോഡി വണ്ടിയുടെ അല്ല. ഇപ്പം വെയിൽ കൊണ്ട് ഇതിൻ്റെ ഈർപ്പമയം അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ പാച്ച് വർക്കൊന്നും വരത്തില്ല, അതാണ് പറയുന്നത്. ഇപ്പം രാവിലെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മുടെ വണ്ടി വന്ന് 9 മണിക്ക് കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ 8:45 വണ്ടി കൊടുത്ത്, അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതി സേഫായിട്ട് പാർക്ക് ചെയ്ത്, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പം ചെറുക്കൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെറുക്കന് പണി കൊടുത്തതാണെന്ന് തോന്നുന്നു, നല്ലൊരു ഫ്ലെക്സ് ബോർഡൊക്കെ വണ്ടിയിൽ സ്ഥാപിച്ച്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുക്കനും വണ്ടിയൊക്കെ ഇറങ്ങാൻ തയ്യാറായി വരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിലും മറ്റേ വണ്ടിയിലും അതിൻ്റെ കൂടെ ഒരു 49 സീറ്റും കിടപ്പുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ചെറുക്കൻ്റെ കല്യാണം നടക്കുന്നുണ്ട്, ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നമ്മുടെ 19 സീറ്റ് വണ്ടിയാണ് ലാസ്റ്റ് വന്ന ആളുമായിട്ട്. അങ്ങനെ ചെറുക്കൻ്റെ കല്യാണ മണ്ഡപത്തിലൊക്കെ കയറി നിന്ന് നമ്മൾ കുറച്ച് നേരം നിന്ന്, എന്നിട്ട് നമ്മളടുത്ത ലക്ഷ്യം നമ്മുടെ സദ്യാലയമാണ്. അപ്പം അങ്ങനെ കലവറയിൽ കൂടെ നമ്മൾ കയറി. അപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ആഹാരം കഴിക്കേണ്ടി വരും. ഇങ്ങനെയും ചില അവസരങ്ങൾ വരും. നമുക്ക് സമയത്തല്ല, നമുക്ക് ചിലപ്പം സമയത്തിന് മുന്നേ കഴിക്കേണ്ടിയൊക്കെ വരും. ഇതൊക്കെയാണ് ഡ്രൈവർമാരുടെ ഈ ഫീൽഡിലുള്ള ഒരു ജീവിതം. അപ്പോൾ അങ്ങനെ പിന്നെ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ടെർമെക്സ് എന്ന് പറയുന്ന 49 സീറ്റ് വണ്ടിയാണ് വിട്ടത്, ആൾക്കാരെ കയറ്റി. അപ്പം ഓരോരുത്തർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഓരോ ബൈക്കും നമ്മളെടുത്ത് മാറ്റി. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ ആൾ കയറി. രണ്ടാമത് പോയ നമ്മുടെ വണ്ടിയാണ്. അങ്ങനെ പിന്നെ ആൾക്കാരെല്ലാം കയറ്റി നമ്മൾ ഒരു 2 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടവും കഴിഞ്ഞു. ഇന്നത്തെ ഓട്ടം ഇതായിരുന്നു.